ഞാനും അമ്മയും കൂടി പരവൂർ പോയിട്ട് വന്നിട്ട് അലമ്പായി കിടക്കും. കാരണം നമ്മൾ പോയപ്പോഴത്തേക്ക് എന്തായാലും അതും ഇതൊക്കെ എടുത്ത് എല്ലാം വാരി വലിച്ചിടും. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സായി, പിന്നെ വാരി കെട്ടി വെച്ചൊക്കെ വലിച്ച് ഊരി വെക്കണ്ടേ, ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആയി. അങ്ങനെ അതെല്ലാം കൂടി ആയി. പിന്നെ നമ്മൾ മേടിച്ചിട്ട് വന്ന സാധനങ്ങൾ മൊത്തം അലമ്പായി കിടക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി വൃത്തിയാക്കി എടുത്തപ്പോൾ വിചാരിക്കും ഇതെല്ലാം കൂടെ അവിടെ ഇവിടെയൊക്കെ കുത്തിക്കയറ്റി വെച്ചാണെന്ന്. പക്ഷേ എല്ലാം നീറ്റാക്കി നല്ല സെറ്റാക്കി തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ST ടിക്കറ്റ് എല്ലാം കൂടി എന്തിനാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഒരു ഭ്രാന്തെന്നൊക്കെ പറയാം. എന്തോ ഇനി കുറേ കാലം കഴിഞ്ഞാൽ അതൊന്നും കാണത്തില്ലല്ലോ. മറ്റുള്ള വെള്ള ടിക്കറ്റ് അതായി കഴിയും. ഈ കളർ ടിക്കറ്റ് പിന്നെ കാണത്തില്ല. അതിൻ്റെ ഒരു ഇതിന് ഞാൻ ഇപ്പോഴേ സൂക്ഷിച്ചിങ്ങ് വെച്ചേക്കുക. പഠിക്കാനായിട്ട് വന്നപ്പോഴെന്ന് വെച്ചാൽ വെക്കേഷൻ ആണെന്നെങ്കിലും ഒത്തിരി വർക്കുകളൊക്കെ ഉണ്ട്. +1 +2 വെക്കേഷൻ എന്ന് നിങ്ങൾ ആഘോഷിക്കേണ്ടതെന്നാണ് മിസ്സുമാരൊക്കെ പറയുന്നത്. ഈ 2 വർഷം ഇനി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ പഠിക്കാൻ കുറച്ച് അസൈൻമെൻറ്റൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടി വന്നപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ കൈനീട്ടം കണ്ടത്. ഇനി ഇതെടുത്ത് എനിക്ക് സൂക്ഷിച്ച് വെക്കണം. എനിക്ക് അച്ഛാമ്മ തന്ന കൈനീട്ടമാണേ, ഇതിനെ കൊണ്ട് സൂക്ഷിച്ച് വെക്കണം. ഞാൻ അപ്പം തന്നപ്പോൾ എടുത്ത് ഇതിനകത്തങ്ങ് വെച്ചു. ഇനി ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം നുള്ളി പറക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കിനി അസൈൻമെൻറ്റൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം കണ്ടു. 2-3 ദിവസമായി. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതെല്ലാം അതേപോലെ വരച്ചവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ചാടി പറഞ്ഞ് നടക്കുവാണ്. ഒത്തിരി അങ്ങനത്തെ പ്രിൻ്റഡ് നോട്ടാണ് ഇപ്പോൾ തന്നേക്കുന്നതൊക്കെ. ഇവിടെ ഒരുത്തനാണെങ്കിൽ മുറ്റത്തിറങ്ങി പോയി കഴിഞ്ഞാൽ ഈ ചെടിയുടെ മണ്ടയിൽ കയറി കിടക്കുന്ന അവൻ ഓടിച്ചെന്ന് അതിൻ്റെ മണ്ടയിൽ കയറി കിടന്നു. അവിടെ എല്ലാം ഇങ്ങനെ കൂട്ടം പിടിച്ച് ഈ ചെടി ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ സിറ്റൗട്ടിൻ്റെ 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ കയറി കിടന്ന് അത് നശിച്ചിപ്പോൾ നിൽക്കുവാണ്. അങ്ങനെ അഹങ്കാരി ചെറുക്കനാണ്. അവനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അഹങ്കാരി ചെറുക്കൻ. അപ്പോൾ ഇന്ന് എന്തായാലും ഇത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ.